ഇന്നത്തെ കാലത്ത് ഫേസ് വാഷ് ഉപയോഗിക്കാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് റേറ്റ് വളരെ കുറവുള്ള എന്നാലോ ക്വാളിറ്റി കൂടുതലായിട്ടുള്ള ഒരു ഫേസ് വാഷ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോവാണ്. കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഫേസ് വാഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മളത് പല രീതിയിലായിട്ട് മുടിയിലും അതുപോലെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നവരുമാണ്. അപ്പം നല്ല ഹെയർ ഗ്രോത്തിന് മാത്രമല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ല ഹെൽത്തി ആയൊരു സ്കിന്നിനും കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് വാഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫേസ് വാഷാണിത്. നമുക്കെന്തായാലും എങ്ങനെയാണ് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇങ്ങനൊരു ഫേസ് വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്. നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചാൽ മതി. ഇനി അഥവാ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയായി വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കഞ്ഞിവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സോപ്പ് ബേസ് വേണം. അപ്പോൾ ഞാനിവിടെ സോപ്പ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബേബി സോപ്പാണ്. എന്ന് കരുതി എല്ലാ ബേബി സോപ്പും നല്ലതല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കുക പാരബൻ ഫ്രീ ആയിട്ടുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ രീതിയിലും നല്ല അടിപൊളി സോപ്പാണ്. ഹിമാലയേൻ്റെ ഇത് പാരബൻ ഫ്രീ ആണ്. അതുപോലെ സിന്തറ്റിക് കളറൊന്നും ചേർക്കാത്ത നല്ലൊരു സോപ്പാണ് കേട്ടോ. അപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബേബി സോപ്പ് യൂസ് ചെയ്യുക. നമ്മുടെ വീടുകളിൽ ഇതുപോലൊരു വെയിറ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഗ്രാം അളവും എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് കേട്ടോ. നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് പല ഇൻഗ്രീഡിയൻസിൻ്റെയും അളവൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആ വാങ്ങുന്ന സമയത്ത് 300 രൂപ എങ്ങാണ്ടാണ്. ഇത് 2 വർഷത്തിൻ്റെ മുകളിലായി ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 270 രൂപയ്ക്കൊക്കെ ഇത് മീഷോയിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വെയിറ്റ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഞാനിവിടെ 10 ഗ്രാം ബേബി സോപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം 3/4 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം അളവ് പറയുകയാണെങ്കിൽ 130 ഗ്രാം കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടി ഞാനതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ബൗളിൽ നിന്ന്. എന്നിട്ട് നമ്മളൊരു ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആയതിന് ശേഷം, അതായത് സോപ്പ് നന്നായിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ അലിഞ്ഞതിന് ശേഷം മാത്രം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ലൊരു കട്ടിക്ക് വന്നിട്ടുണ്ട്. നേരത്തെ ഓവറായിട്ട് കട്ടിയായി പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് ഇനി നമ്മൾ അരിപ്പൊടി കലക്കിയിട്ടുള്ള മിക്സാണ് ചെയ്യുന്നതെങ്കിൽ അരിപ്പൊടിയൊക്കെ വളരെ കുറച്ചെടുക്കണം. ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല. കാരണം നമ്മൾ സോപ്പും കൂടി മിക്സ് ചെയ്യുമ്പോഴേ കുറച്ചൊരു കട്ടിയാവുന്നതല്ലേ. ഇനി ഇതിലേക്ക് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി വീട്ടിൽ തന്നെ അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ് യൂസ് ചെയ്തിട്ട്. നമ്മൾ കളറൊന്നും ഇല്ലാത്ത അലോവേര ജെല്ല് തന്നെ എടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുക. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് കിട്ടുന്നതാണ്. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കത് 2 എണ്ണം വെച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. 2 ക്യാപ്സ്യൂളിന് ഏകദേശം 10 രൂപയിൽ താഴെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിലുള്ള ഓയിൽ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗ്രീൻ കളർ ഭാഗം നമുക്ക് ഒഴിവാക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ക്ലീനും ആവാൻ വേണ്ടിയിട്ടൊക്കെ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതും നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ്. ഇതുപോലെ ചെറിയൊരു ബോട്ടിലിന് വെറും 60 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും നമ്മളിതിലേക്ക് യൂസ് ചെയ്യുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇതാ നമ്മുടെ കൺസിസ്റ്റൻസി പറയുന്നത് ഇതുപോലെ ഇരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷിൻ്റെ സെയിം അങ്ങനെ തന്നെയാണ് ഇതും വേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ എന്താ പറയുക അരിപ്പൊടിയൊക്കെ കൂടുതലായിട്ട് ചേർക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സോപ്പിൻ്റെ അളവും നമ്മൾ കൂടുതലായിട്ട് എടുക്കാതിരിക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കും. അതുപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല നമ്മളിത് കയ്യിലാക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമില്ലേ, സെയിം അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.